ഇതുവരെ നമ്മൾ റിവ്യൂ ഒന്നും അങ്ങനെ ഇട്ടിട്ടില്ല അല്ലേ? സിനിമ റിവ്യൂ ഒന്നും ഇട്ടിട്ടില്ല. ഫസ്റ്റ് ഷോ കണ്ടതുകൊണ്ടൊന്നും ഇടാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. മോഹൻലാലിന്റെ തുടരും നമ്മൾ കണ്ടു. സിനിമ അധികം പ്രതീക്ഷയൊന്നും ഇല്ലാതെ പോയ, കാരണം എന്ന് വെച്ചാൽ ഇതിന് അധികം പബ്ലിസിറ്റി ഒന്നും ഇല്ലായിരുന്നല്ലോ. പക്ഷെ പടം നല്ല, എല്ലാരും കാണുമായിരിക്കും, പക്ഷെ ഒരു സ്റ്റോറിയെ കുറിച്ച് ഒന്നും അറിയാതെ പോകണം. പിന്നെ മോഹൻലാലിന്റെ തന്മാത്ര, ദൃശ്യം എല്ലാം ഒക്കെ ഒരു നമുക്ക് ഈ ട്രെയിലറിൽ നിന്ന് തന്നെ ഒരു ഓർമ്മ വരുന്ന ടൈപ്പാണ് ഞാൻ. മോഹൻലാൽ ശോഭനെ വെച്ചിട്ട് ആ ഒരു പഴയ രീതിയിലുള്ള മോഹൻലാലിന്റെ മാനറിസംസ് ഒക്കെ ഇതില് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ശോഭനയുടെ ഇന്നത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ, ഈ 2 മണിക്കൂറിനുള്ളിൽ 38,000 ടിക്കറ്റ്സ് സോൾഡ് ആയി എന്ന്. അത് കണ്ടിട്ടാണ് പെട്ടെന്നൊന്ന് തോന്നിയത്, അത്രയ്ക്ക് നല്ല മൂവിയാണോ, ഒന്ന് കണ്ടാലോ, ഫസ്റ്റ് ഡേ തന്നെ കിട്ടുമോ നോക്കാൻ ടിക്കറ്റ് എന്ന് തോന്നിയത്. മോഹൻലാലിന്റെ നല്ല ഒരു പഴയ ഒരു വിന്റേജ് മോഹൻലാലിന്റെ കുറെ മാനറിസംസ് ഒക്കെ ഉണ്ട്. പടം ഒരു ഫാമിലി ഡ്രാമ ആണെന്ന് തോന്നുമെങ്കിലും പക്ഷെ അങ്ങനല്ല, അത് ഒരു ത്രില്ലറുടെ മിക്സ് ചെയ്ത എല്ലാം ഉണ്ട് അതിനകത്ത്. നമുക്ക് ത്രില്ലർ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഫാമിലി സീൻസ്, കുട്ടികളുടെ പാട്ട്, നേച്ചർ. ഹൈ റേഞ്ച് മേഖലയിലാണ് നടക്കുന്നത്, അപ്പൊ അതിന്റെ ഒരു മനോഹാരിത മുഴുവൻ വന്നിട്ടുണ്ട്. പാട്ടുകൾ കൊള്ളാം, ചില സർപ്രൈസ് ആയിട്ടുള്ള ആൾക്കാരുടെ. അതാണ് ഭയങ്കര ഒരു വില്ലനുണ്ട് ഇതിനോടകം തന്നെ എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ, ആ വില്ലനെ കുറിച്ച്. ഭയങ്കര പ്രകാശ് വർമ്മ എന്ന് പറയുന്ന ഒരാൾ. പുള്ളിയുടെ ആദ്യത്തെ മൂവി എന്നാ പറയുന്നത്. ഒരു പ്രോമിസിങ് ആക്ടറായിട്ട് തോന്നി. ഇനി ഫ്യൂച്ചറിലും പുള്ളിക്ക് നല്ല വേഷങ്ങൾ കിട്ടാൻ സാധ്യത അത്. അപ്പം എല്ലാവരും തുടരും പോയി കാണുക. കൂടുതൽ സ്റ്റോറിയൊന്നും നമ്മൾ പറയുന്നില്ല. വ്യത്യസ്തമായ ഒരു ഫീലാണ്. കുറെ നാളുകൾക്ക് ശേഷം മോഹൻലാലിന് ഒരു റിയൽ മോഹൻലാലിനായിട്ടൊക്കെ കാണാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വീണ്ടും ശോഭന കോമ്പിനേഷനും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒരു അംബാസിഡർ കാറും ട്രെയിലറിൽ കാണിക്കുന്ന അംബാസഡർ കാർ ഇതിലൊരു കഥാപാത്രം പോലെ തോന്നും, കാരണം ഒരുപാട് ഇമ്പോർട്ടൻസ്. നല്ല രസം. ഡോഗ്സ് ഒക്കെ ഉണ്ട് ആ വീട്ടിലേക്ക്. നല്ല ദൃശ്യം പോലെ തന്നെ നമ്മളെ ശരിക്കും പിടിച്ചിരുത്തുന്ന ഒരു മൂവിയാണ്. ഇത് വേറൊരു തരം. തിയേറ്ററിൽ തന്നെ പോയി കാണണം, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം അത് കുറച്ച് നേച്ചർ വിനു പപ്പൻ പ്രൂവ് ചെയ്തിട്ടുള്ള നടനാണ്. ഫെമിലിയർ ആയിട്ട് മണിയമ്പള്ള രാജുണ്ട്. സൂപ്പറായിരുന്നു. പിന്നെ ഫഹദ് ഫാസിലിന്റെ ബ്രദർ ഇല്ലേ, ഇർഷാദ് എന്ന് പറയുന്ന ഒരാളുണ്ട്, നല്ല രസമുണ്ട്. എല്ലാരും ശോഭന പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഹരിശ്രീ അശോകന്റെ അർജുന. പിന്നെ അതിന്റെ ഡയറക്ടർ തരുൺ മൂർത്തി ഓപ്പറേഷൻ ജാവ എന്ന് പറഞ്ഞ മുമ്പ് ഒരു സിനിമ എടുത്തിട്ടുണ്ട്, അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നല്ല സിനിമയായിരുന്നു. മ്യൂസിക് ചെയ്തിരിക്കുന്ന JX ബിജോയിലെ, അത് MG ശ്രീകുമാറിന്റെ നല്ല വോയിസ്. മ്യൂസിക് നന്നായിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പ്രൊഡക്ഷൻ നമ്മുടെ രഞ്ജിത്ത്, ചിപ്പിയുടെ ഹസ്ബൻഡ് രജപുത്ര. പൊതുവെ നല്ല പ്രൊഡക്ഷൻ ഹൗസാണ്, അവരുടെയാണ്. പിന്നെ ഈ ഡയറക്ടർ തന്നെയാണ് ഈ സ്റ്റോറി എഴുതിയത്, അത് ഇമ്പാക്ട് ഉണ്ടായിരുന്നു. ഡയറക്ടറും വേറെ സ്റ്റോറി റൈറ്റർ തന്നെ ഡയറക്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു അത് ഭയങ്കരമായിട്ട് എടുത്തു പറയണം. ആക്ഷൻ സീൻസും കൊള്ളാം, സിനിമാറ്റോഗ്രഫി ഒക്കെ സൂപ്പർ അല്ലേ, എഡിറ്റിംഗും എല്ലാം. അത് എക്സ്പീരിയൻസ് ചെയ്യുക, ആസ്വദിക്കുക. അതെ, ഞങ്ങൾ കണ്ടിട്ടുള്ള ഹാപ്പിനെസ്സിലാണ് ഒട്ടനെ പറയുന്നത് കേട്ടോ. ബൈ.